ജോച്ച, പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, പ്രിയ കുഞ്ഞുമക്കളെ, വളരെ സന്തോഷത്തോടെ നമ്മളിന്ന് ഈ വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുകയാണ്. നോമ്പുകാലത്തിൻ്റെ ചൈതന്യത്തിലാണ് നാം ഓരോരുത്തരും. വിശുദ്ധ നോമ്പുകാലത്തെ നമ്മൾ വിളിക്കുന്നത് അത് പുണ്യം പൂക്കുന്ന കാലഘട്ടമെന്നാണ്. നമ്മുടെ വിൻ്ററൊക്കെ കഴിഞ്ഞ് ഇനി സമ്മറിലേക്കൊക്കെ വരുമ്പോൾ നല്ല പൂക്കളൊക്കെ വിരിഞ്ഞു നിൽക്കുന്ന കാലഘട്ടങ്ങൾ നമ്മൾ ദർശിക്കാറുണ്ട്. വളരെ കണ്ണിനും ഒക്കെ ആസ്വാദികരമായ രീതിയിൽ വളരെ മനോഹരമായ പ്രകൃതി ഭംഗി നമുക്ക് വച്ചു നീട്ടപ്പെടുന്നൊരു കാലമുണ്ട്. വിൻ്ററിൻ്റെ ആ വലിയ അസ്വസ്ഥതകളെല്ലാം മാറി എല്ലാവരും പുറത്തിറങ്ങി സന്തോഷത്തോടെ നടക്കാൻ കൊതിക്കുന്ന ഒരു കാലഘട്ടം. പ്രിയപ്പെട്ടവരെ, ആത്മീയ മേഖലകളിൽ എല്ലാ മുരടിപ്പും മാറ്റി കുറേയും കൂടെ ആത്മീയ പുണ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കാൻ ദൈവം തന്ന വലിയ ദിവസങ്ങളാണ് ഈ നോമ്പ് കാലഘട്ടം. ഹല്ലേലൂയ! വളരെ സന്തോഷത്തോടെ വേണം നമ്മൾ ഈ നോമ്പ് കാലഘട്ടം കാണാൻ. ഇന്നത്തെ സുവിശേഷം വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷത്തിൻ്റെ 25-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങളാണ് നമ്മൾ വായിച്ചു കേട്ടത്. 10 കന്യകമാരുടെ ഉപമയാണ്. സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള ഈശോയുടെ പഠിപ്പിക്കലുകളിൽ ഉപമകളിലൂടെ വളരെ വ്യക്തമായി നമ്മളെങ്ങനെ ഒരുങ്ങിയിരിക്കണം എന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ് ഈ ഒരു സുവിശേഷ വചനത്തിലൂടെ. ഈ 10 കന്യകമാരെ കുറിച്ച് പറയുമ്പോൾ 5 പേര് അവർ വിവേകവതികളായിരുന്നു. ദേ ആർ വൈസ്. പക്ഷെ 5 പേര് വിവേകമില്ലാത്തവരായിരുന്നു, വിവേകശൂന്യർ എന്നാണ് പറയുന്നത്. ഇത് സംഭവിക്കുന്നത് എന്താണ്? ഇവർ 10 പേരും കൂടെ ഒന്നിച്ചാണ് മണവാളനെ എതിരേൽക്കാൻ വേണ്ടി പോകുന്നത്. വളരെ നല്ല ആഗ്രഹമാണ്. ഈ 10 പേർക്കും ഒരേ ഒരു ആഗ്രഹമേ ഉള്ളൂ, മണവാളൻ വരുമ്പോൾ എതിരേൽക്കുക. യഹൂദ പാരമ്പര്യ വിവാഹ പാരമ്പര്യ പശ്ചാത്തലത്തിലാണ് ഇത് എഴുതപ്പെട്ടിരിക്കുന്നത്. നമുക്കറിയാം, മണവാളനെ എതിരേൽക്കാൻ വേണ്ടി 10 കന്യകമാർ ഒരുങ്ങി അവർ മണവാളനെ സ്വീകരിക്കാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങുകയാണ്. അവരുടെ കയ്യിൽ ആവശ്യത്തിനുള്ള വിളക്കൊക്കെ ഉണ്ട്. ആ വിളക്കുമെടുത്ത് അവർ ചെല്ലുമ്പോൾ പക്ഷെ അവർ പ്രതീക്ഷിച്ച സമയത്ത് കാലത്ത് മണവാളൻ എത്തിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് കുറച്ച് നേരം അവരൊന്ന് വെയിറ്റ് ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മളെപ്പോലെ തന്നെ വെയിറ്റ് ചെയ്ത് ഇരുന്ന് ഉറങ്ങിപ്പോയി. പക്ഷേ മണവാളൻ വരുന്ന സമയത്ത് ഈ 5 പേരുടെ പ്രത്യേകത, അവർ വിളക്കുകളിൽ എണ്ണ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ 5 പേര് എണ്ണ എടുത്തില്ല എന്നാണ് സുവിശേഷം പറയുന്നത്. ഈ 5 പേരോട്, എണ്ണ ഉണ്ടായിരുന്നവരോട് 5 പേര് എണ്ണ എടുക്കാത്തവർ പറഞ്ഞാണ്, ഞങ്ങൾക്ക് കുറച്ച് എണ്ണ നിങ്ങളുടെ കയ്യിൽ നിന്ന് തരണം, ഇത് അണഞ്ഞു പോവുകയാണ് വിളക്ക്. പക്ഷേ ഈ 5 പേര് വിവേകവതികളെന്ന് പറയുന്ന എണ്ണ കയ്യിലെടുത്ത ഈ 5 പേര് അവർ പറയുന്നത്, ഞങ്ങൾക്കും നിങ്ങൾക്കും മതിയാകില്ല, അതുകൊണ്ട് നിങ്ങൾ പോയി വിൽപ്പനക്കാരുടെ അടുത്ത് പോയി വാങ്ങണം. അവർ ഈ വാക്ക് കേട്ട് വാങ്ങാൻ പോയപ്പോൾ സംഭവിച്ചത്, മണവാളൻ വന്നു. കാത്തിരുന്നവർ അല്ലെങ്കിൽ എണ്ണ എടുത്തിട്ടുള്ളവർ മണവാളിൻ്റെ കൂടെ അകത്ത് പ്രവേശിച്ചു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഒരു ആത്മീയ അപകടം നമ്മുടെ ജീവിതത്തിലൊക്കെ സംഭവിക്കാവുന്ന വലിയൊരു അപകടത്തിലേക്ക് ഈ 5 വിവേകശൂന്യരെന്ന് വിളിക്കപ്പെടുന്ന ഈ കന്യകമാർ കടന്നുപോയി എന്നുള്ളതാണ്. ഈ 5 പേര് അവർ മറ്റ്5 പേരെ പോലെ ആയിരുന്നില്ല. അവരുടെ വിചാരം, അവരുടെ കയ്യിൽ വിളക്കുണ്ട്, അത് കത്തുന്നുണ്ട്, അതിനകത്ത് എണ്ണയുണ്ട്, എക്സ്ട്രാ എണ്ണ അവരെടുത്തില്ല എന്നുള്ളതാണ്. പക്ഷെ അവർ വിചാരിച്ചത് ഈ കത്തുന്ന ഈ ഒരു തിരി കൊണ്ട്, ഈ വിളക്കിലെ ഈ വെളിച്ചം കൊണ്ട്, ഈ ഇതിനകത്തുള്ള എണ്ണ കൊണ്ട് മതിയാകും, മണവാളിനെ എതിരേൽക്കാൻ ഈ തിരി മതി, ഈ വെളിച്ചം മതി, ഈ വിളക്ക് മതി എന്നുള്ളതായിരുന്നു അവരുടെ കണക്കുകൂട്ടൽ.
പക്ഷെ സംഭവിച്ചത് എന്താ? അവർ വിചാരിച്ച സമയത്ത് വന്നില്ല. വിളക്ക് കുറേ നേരം കത്തേണ്ടി വന്നു. എണ്ണ തീർന്നു പോകാനായിട്ട് തുടങ്ങുകയാണ്. ഇവിടെ എൻ്റെയും നിങ്ങളുടെയൊക്കെ ജീവിതത്തിലേക്ക് ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെയൊക്കെ ചില കണക്കുകൂട്ടലുകളുണ്ട്. ഈ കണക്കുകൂട്ടലുകൾക്ക് അപ്പുറത്താണ് ദൈവികമായ ഇടപെടലുകൾ സംഭവിക്കുക. ഞാനും നിങ്ങളും വിചാരിക്കുന്നത് പോലെ അല്ല കാര്യങ്ങൾ സംഭവിക്കുന്നത്. ഈ 5 പേര് വിചാരിച്ചത് ഇതിനകത്ത് ഈ എണ്ണ കൊണ്ട് മതിയാകും, കർത്താവ് ഈ മണവാളനെ എതിരേൽക്കാൻ ഇത് മതി എന്നുള്ളതാണ്. ആത്മീയ ജീവിതത്തിൽ നമ്മളിവിടെ ജീവിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും നമ്മൾ ചിന്തിക്കുമ്പോൾ സ്വർഗരാജ്യം ലക്ഷ്യമാക്കി ജീവിക്കുന്നവരാണ് ഞാനും നിങ്ങളുമൊക്കെ. സ്വർഗത്തിൽ പോകാൻ ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് രാവിലെ മുതൽ കുറേ ദൂരങ്ങൾ, എത്രയോ മണിക്കൂറുകൾ യാത്ര ചെയ്തൊക്കെയാണ് ഇവിടെ വന്നത്. സ്വർഗത്തിൽ പോകാൻ ആഗ്രഹമില്ലായിരുന്നെങ്കിൽ ഈ കഷ്ടപ്പാടൊന്നും നമ്മൾ സഹിക്കില്ലായിരുന്നു. സഹിക്കുമോ? ഇല്ല. രക്ഷപ്പെടണമെന്നുള്ള ആഗ്രഹമുണ്ട്, ദൈവത്തെ കാണണമെന്ന ആഗ്രഹമുണ്ട്, ആത്മാവ് നശിച്ചു പോകരുന്ന ആഗ്രഹമുണ്ട്. നല്ല ആഗ്രഹങ്ങളാണ്. ദൈവത്തിൻ്റെ ഒപ്പം ആയിരിക്കണമെന്നുള്ള വലിയ ആഗ്രഹമാണ്. ഒരിക്കലും നരകത്തിലേക്ക് തള്ളപ്പെടാൻ ഇടയാകരുതേ എന്നുള്ള തീക്ഷ്ണമായ ഒരു പ്രാർത്ഥന, ആഗ്രഹമൊക്കെ എനിക്കും നിങ്ങൾക്കും ഉണ്ട്. അതിനുവേണ്ടി നമ്മൾ അധ്വാനിക്കുന്നുണ്ട്. നമുക്ക് കിട്ടുന്ന സാധ്യതകളും സാഹചര്യങ്ങളും ഒക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. പക്ഷേ ചിലപ്പോഴെങ്കിലും ചിലർക്ക് സംഭവിക്കുന്ന ഒരു വലിയൊരു ആത്മീയ അപകടം ഇതിനകത്ത് ഒളിഞ്ഞു കിടപ്പുണ്ട്. എല്ലാ സാധ്യമായ മാർഗങ്ങളും എന്ന് വിചാരിച്ചാൽ നമ്മൾ ചിലപ്പോൾ പള്ളിയിൽ പോകുന്നുണ്ട്, ജപമാല ചൊല്ലുന്നുണ്ട്, വിശുദ്ധ കുർബാന പങ്കെടുക്കുന്നുണ്ട്, നമ്മൾ വചനം വായിക്കുന്നുണ്ട്, നമ്മൾ ചിലപ്പോൾ ആത്മീയ ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ചെയ്തിട്ട് നമ്മളെ തന്നെ ഒന്ന് നോക്കും, ഒന്ന് നമ്മളിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞ് നമ്മളൊന്ന് പരിശോധന നടത്തിയിട്ട് നമ്മൾ പറയും, ഓക്കെ, ഇറ്റ്സ് ഇനഫ്, ഇത് മതി, ഇത്രയും മതി, ഇത്രയെങ്കിലും മതി എൻ്റെ കർത്താവിനെ കാണാൻ, സ്വർഗത്തിൽ പോകാൻ. പക്ഷെ നമ്മൾ അറിയുന്നില്ല ഇത് പോരാ എന്നുള്ളത്, ഇത് മതിയാകില്ല എന്നുള്ളത്. ഈ വിളക്കിലെ എണ്ണ പോരാ എൻ്റെ ദൈവത്തെ സ്വീകരിക്കാൻ, എൻ്റെ ദൈവത്തെങ്കിലേക്ക് എത്തിച്ചേരാൻ, സ്വർഗത്തിൽ എനിക്ക് ഇരിപ്പിടം കിട്ടാൻ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ള ഈ എണ്ണ പോരാ എന്നുള്ള തിരിച്ചറിവ് നമ്മൾ വരുമ്പോൾ മണവാളൻ വന്നു കഴിഞ്ഞിരിക്കും. മണവാളനെ സ്വീകരിക്കാൻ എനിക്ക് പറ്റാതെ വരുന്ന ഒരു സമയമായി തീരാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി. അതുകൊണ്ട് എനിക്കും നിങ്ങൾക്ക് സംഭവിക്കുന്ന ഈ ഒരു ആത്മീയ അപകടം ഉണ്ടാകാതിരിക്കാൻ ഇത് മതി എന്ന് പറഞ്ഞ് ഒരു സെൽഫ് സഫിഷ്യന്റ് ആറ്റിറ്റ്യൂഡ് സ്വീകരിക്കാതെ, ബൈബിളിൽ വളരെ വ്യക്തമായി ഇതിന് വേറൊരു തലത്തിൽ കൂടെ വെളിപാടിൻ്റെ പുസ്തകത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നതാണ്. മന്ദോഷ്ണത, ഇത് മതി, ഓക്കെ, ഇത് എത്രയൊക്കെ മതി, ഇങ്ങനെ അങ്ങ് പോയാൽ മതി. ഒരു ലുക്ക് വാം ആറ്റിറ്റ്യൂഡ് എനിക്കും നിങ്ങൾക്കും ഒക്കെ ചിലപ്പോൾ സംഭവിക്കും. എക്സ്ട്രാ ഒന്നും കരുതാതെ, കിട്ടുന്നത് കൊണ്ട് സംതൃപ്തി അടഞ്ഞ്, കിട്ടുന്നത് കൊണ്ട് അങ്ങനെ അങ്ങ് പോയി, ഉള്ളത് കൊണ്ട് അങ്ങ് മെയിൻറ്റെയിൻ ചെയ്ത് അങ്ങനെ പോകുന്ന നാമമാത്ര ക്രിസ്ത്യാനികളായി ഞാനും നിങ്ങളൊക്കെ പോകുമ്പോൾ, എക്സ്ട്രാ ഒന്നും സമ്പാദിക്കാതെ ഈ ലോകത്തുനിന്ന് കടന്നു പോകേണ്ടി വരുമ്പോൾ, കർത്താവിൻ്റെ പക്കലേക്ക് നമ്മൾ സ്വീകരിക്കുമെന്ന് വിചാരിച്ച്, നമുക്ക് വേണ്ടി വാതിൽ തുറന്നു തരുമെന്ന് വിചാരിച്ച് നമ്മൾ തമ്പുരാൻ്റെ വാതിൽ മുട്ടുമ്പോൾ നമ്മളെക്കുറിച്ച് കർത്താവിൻ്റെ സ്വരം ചിലപ്പോൾ കേൾക്കുന്നത് എങ്ങനെയാ? ഞാൻ നിങ്ങളെ അറിയുകയില്ല. ഹു ആർ യു? പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വേദനാജനകമായ തമ്പുരാനെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കഷ്ടപ്പാട്, ഈ പെടാപ്പാടെല്ലാം നടത്തിയിട്ടുള്ളത്. ഈ കന്യകമാരെ പോലെ തന്നെ വിളക്കെടുത്ത് വന്നതും ഇവരുടെ കൂടെ വന്നതും എല്ലാം ആഗ്രഹിച്ച് ബാക്കി ജോലികളെല്ലാം മാറ്റിവെച്ച്, നമ്മുടേതായ ഉത്തരവാദിത്തങ്ങളെല്ലാം മാറ്റിവെച്ച് തമ്പുരാനെ കാണണം, സ്വീകരിക്കണമെന്നുള്ള നല്ല ആഗ്രഹത്തോടു കൂടെ തന്നെയായിരുന്നു. പക്ഷേ നമുക്കൊരു തെറ്റ് മതി, ഇത് മതി, ഇത്രയും മതി എന്നുള്ള ഒരു ചിന്ത, ഒരു തീക്ഷ്ണതയില്ലാത്ത ഒരു ജീവിത ശൈലി നമ്മൾ അറിയാതെ നമ്മളെ അങ്ങോട്ട് പിടിച്ചിട്ടുണ്ടാകാം. തീക്ഷ്ണതയിൽ മാന്യം സംഭവിച്ച്, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട്
ഉള്ളതുകൊണ്ട് ഉള്ള കഞ്ഞിയും കുടിച്ച് അങ്ങനെ ജീവിക്കുന്ന ഒരു ശൈലി ചിലപ്പോൾ എനിക്കും നിങ്ങൾക്കും സംഭവിക്കുന്നുണ്ട്. അവിടെ ദൈവത്തിൻ്റെ ദർശനം, സ്വർഗത്തിൻ്റെ ആ സൗഭാഗ്യത്തിലേക്ക് പ്രവേശിക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിയാതെ പോകുന്നു എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ വേദനാജനകം. പൗലോസ് വ്യക്തമായി പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. നാം എല്ലാവരും സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന, ദൈവത്തിൻ്റെ ആ സന്നിധിയിലേക്ക് എത്തിച്ചേരുമെന്നുള്ളൊരു വാഗ്ദാനം നിലനിൽക്കെ തന്നെ അതിൽ പ്രവേശിക്കാൻ കഴിയാത്തവരായി നിങ്ങളിൽ ആരെങ്കിലും കാണപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. സ്ലീഹ നമ്മളോട് ചോദിക്കുക, നമ്മളെ നോക്കി. വാഗ്ദാനം നിലനിൽക്കുകയാണ്. അവിടെ എത്തിച്ചേരുമെന്നുള്ള വാഗ്ദാനം നിലനിൽക്കെ തന്നെ അവിടെ എത്തിച്ചേരാൻ കഴിയാത്തവരായി നാം ആരെങ്കിലുമൊക്കെ മാറ്റപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അതുകൊണ്ട് ഇന്ന് ദൈവീക ദർശനം, സ്വർഗ സൗഭാഗ്യത്തിൽ ഞാനും നിങ്ങളും എത്തിച്ചേരാൻ വേണ്ടി ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഏറ്റവും വലിയൊരു കാര്യം തീക്ഷ്ണതയിൽ മാന്യം കൂടാതെ. അതാണ് റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 12-ാം അധ്യായത്തിൻ്റെ 11-ാം തിരുവചനം സ്ലീഹ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. തീക്ഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിനെ ശുശ്രൂഷിക്കുക. തീക്ഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിനെ ശുശ്രൂഷിക്കുക എന്നുള്ളത്. വെളിപാടിൻ്റെ പുസ്തകത്തിൽ ദൈവം നമ്മളെ ഒഴിവാക്കുന്ന ഒരു തിരുവചനമുണ്ട്. ഒഴിവാക്കാൻ കാരണമായി പറയപ്പെടുന്ന ഒരു തിരുവചനമുണ്ട്. അതിങ്ങനെയാണ്. വെളിപാടിൻ്റെ പുസ്തകത്തിൽ 3-ാം അധ്യായം 15-ഉം 16-ഉം തിരുവചനങ്ങളാണ്. അവിടെ വചനം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: നിന്റെ പ്രവൃത്തികൾ ഞാൻ അറിയുന്നു. നീ തണുപ്പോ ചൂടോ ഉള്ളവനല്ല. തണുപ്പോ ചൂടോ ഉള്ളവനായിരുന്നു എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. തണുപ്പോ ചൂടോ ഇല്ലാതെ മന്ദോഷ്ണനാകയാൽ നിന്നെ ഞാൻ എൻ്റെ വായിൽ നിന്ന് തുപ്പിക്കളയും. തണുപ്പോ ചൂടോ ഇല്ലാത്തവനായി തീർന്നതിനാൽ ചത്തതിനൊക്കുമേ ജീവിക്കുന്നു എന്ന ജീവിതശൈലി ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട്, പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഇതുമില്ലാതെ അങ്ങനെ പോകുമ്പോൾ, പ്രത്യേകിച്ച് ഒരു എക്സ്ട്രാ ഒന്നും നമ്മളെ കരുതാതെ നമ്മൾ ജീവിക്കുമ്പോൾ, ഒരു വലിയൊരു കാര്യത്തിന് വേണ്ടി നമ്മൾ ഇറങ്ങിത്തിരിച്ചിട്ട് നമ്മൾ അതിനു വേണ്ടി പ്രത്യേകമായി ഒന്നും ചെയ്യാതെ കിട്ടുന്നത് കൊണ്ട് സംതൃപ്തി അടഞ്ഞ് നമ്മൾ ജീവിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണോ വന്നത്, എന്തിനെ ലക്ഷ്യം വെച്ചിട്ടാണോ ഞാനും നിങ്ങളുമൊക്കെ മുമ്പോട്ട് പോകുന്നത്, അത് നമുക്ക് സ്വീകരിക്കാൻ പറ്റാതെ ഒരു പുറന്തള്ളപ്പെടുന്ന ഒരു ജീവിതാവസ്ഥ എനിക്കും നിങ്ങൾക്കും ഉണ്ടാകുമോ? ഹല്ലേലൂയ. അവർക്ക് പറ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. അതുകൊണ്ട് ഈ നോമ്പ് കാലത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ വീണ്ടും വെളിപാടിൻ്റെ പുസ്തകത്തിൽ നമ്മളെ പഠിപ്പിക്കുകയാണ്. 2-ാം അധ്യായം 4-5 തിരുവചനങ്ങൾ. നമുക്ക് വളരെ പരിചിതമായ ഈ തിരുവചനം നമുക്ക് ഒന്ന് വായിച്ചു കേൾക്കാം. എങ്കിലും നിനക്കെതിരെ ഒന്ന് പറയാനുണ്ട്. നിനക്ക് ആദ്യമുണ്ടായിരുന്ന സ്നേഹം വെടിഞ്ഞു. ഇനി എന്ത് ചെയ്യണം? അതിനാൽ നീ ഏത് അവസ്ഥയിൽ നിന്ന് ആണോ അധപതിച്ചതെന്ന് ചിന്തിക്കുക. അനുദപിച്ച് ആദ്യത്തെ പ്രവൃത്തികൾ ചെയ്യുക. അല്ലെങ്കിൽ ഞാൻ നിന്റെ അടുത്ത് വരികയും നിന്റെ ദീപപീഠം അതിൻ്റെ സ്ഥലത്തു നിന്ന് നീക്കിക്കളയുകയും ചെയ്യും. അനുദപിക്കാതെ ദൈവം ആഗ്രഹിക്കുന്ന ആ ജീവിത ശൈലിയിലേക്ക് നമ്മൾ മാറാതിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദീപപീഠം എന്താ നമുക്കറിയാം. ദീപം നമുക്ക് വെളിച്ചം തരുന്ന, കാലിടറി വീഴാതിരിക്കാൻ വെട്ടം കിട്ടുന്ന, വഴികൾ നേരെയാകുന്ന, കാണാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് നൽകുന്ന ആ ദീപപീഠം അതെടുത്തു മാറ്റും. നമ്മളൊരു വലിയൊരു അന്ധകാരത്തിലേക്ക് മാറ്റപ്പെടും. ആദ്യം ഉണ്ടായിരുന്ന അവസ്ഥയിലേക്ക് അനുതാപത്തോടെ കർത്താവിൻ്റെ പക്കലേക്ക് പിന്തിരിയണമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഹല്ലേലൂയ. അവർക്ക് പറയാം ഹല്ലേലൂയ. യേശുവേ നന്ദി. പ്രിയപ്പെട്ടവരെ, നമ്മളൊരു വലിയ മാരകപാപത്തിലേക്ക് വീഴുന്നു എന്ന് ചിന്തിക്കുന്നവരൊന്നും ആയിരിക്കില്ല. നമ്മളെക്കുറിച്ചൊക്കെ ചിന്തിക്കാൻ ചിലപ്പോൾ നമ്മൾ അത്ര വലിയ മാരക പാപികളൊന്നും ആയിരിക്കണം നിർബന്ധമൊന്നുമില്ല.
നമ്മൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ അനുതാപത്തിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ നമ്മളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ കുഴപ്പമില്ല, ദൈവം ക്ഷമിച്ചോളും, ദൈവം കരുണ കാണിച്ചോളും എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ മുമ്പോട്ട് പോവുകയാണ്. ഈ തവള എന്ന് പറഞ്ഞാൽ ഫ്രോഗ്, തവള ഒരു ചൂടുവെള്ളത്തിൽ കൊണ്ടുപോയിട്ടിട്ട്, ചെറിയ ചൂടുവെള്ളം അല്ലെങ്കിൽ ഒരു കലത്തിൽ പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് ഒരു തവളേനെ പിടിച്ചു അതിനകത്തിടുക, ഉണ്ട് മെല്ലെ തീ കൊടുക്കുക, ചെറുതായിട്ട് അടുപ്പിൽ തീ കൊടുക്കുക. വെള്ളം മെല്ലെ 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 ചൂടായി വരും. ഈ തവളയ്ക്ക് വേണമെങ്കിൽ പുറത്ത് ചാടി പോവാം. നല്ല ചെറു ചൂട്, നല്ല തണുപ്പുള്ള വെള്ളത്തിൽ ആദ്യം ഇട്ടു, അപ്പം തീ കൊടുക്കുന്നവർ കുറേശ്ശെ വെള്ളം ചൂടായി വരുന്നു. തവള ആ ചൂടൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് കിടക്കും. വെള്ളം തളച്ചാലും ഈ തവള പോവില്ല, പുറത്തു പോവില്ല. ഈ ചെറിയ ചൂട് പരിചയിച്ച് വെള്ളം തളച്ച് ഇതിന് ജീവൻ അപകടത്തിലാകുന്നത് വരെയും, ഇത് ചത്ത് ഈ വെന്ത് പോകുന്നോടം വരെയും അത് അതിനകത്ത് തന്നെ കിടക്കും എന്നുള്ളതാണ്. ഈ ഒരു അവസ്ഥ ചിലപ്പോൾ നമുക്ക് വരാം. ചെറിയ പാപങ്ങൾ, ലഘുപാപങ്ങൾ നമ്മൾ അവഗണിച്ച് നമ്മളിങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ, തീഷ്ണതയില്ലാതെ നമ്മളിങ്ങനെ ഒരു ചെറിയ പാപത്തിൽ ഇങ്ങനെ തുടർന്ന് ചെറിയ കാര്യങ്ങളിൽ നമ്മൾ സമരസപ്പെട്ട് എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റും നടത്തി ഞാനും നിങ്ങളിങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ വലിയൊരു അപകടത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ചെറിയ കാര്യങ്ങളെ അവഗണിക്കുന്നു. ചെറിയ കാര്യങ്ങൾ പോലും അതിൽ ശ്രദ്ധയില്ലാതെ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ലഘുപാപങ്ങളിൽ മുഴുകി നമ്മൾ വലിയ പാപത്തിലേക്ക്, മാരക പാപത്തിലേക്ക് പോകുകയും നമ്മുടെ ജീവൻ എന്നേക്കുമായുള്ള വലിയൊരു അപകടത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുകയാണ്. ഹല്ലേലൂയ. അവർക്ക് പറ ഹല്ലേലൂയ, യേശുവേ നന്ദി. അതുകൊണ്ടാണ് പ്രഭാഷകന്റെ പുസ്തകം 19-ാം അധ്യായം 1-ാം വാക്യത്തിൻ്റെ സെക്കൻഡ് പാർട്ട്, അവിടെ ഇങ്ങനെ ചെറിയ കാര്യങ്ങൾ അവഗണിക്കുന്നവൻ അല്പാൽപമായി നശിക്കും. ചെറിയ കാര്യങ്ങളിൽ, അതിൻ്റെ രണ്ടാമത്തെ ചെറിയ കാര്യങ്ങളിൽ അവഗണിക്കുന്നവൻ അല്പാൽപമായി നശിക്കും. പ്രിയപ്പെട്ടവരെ, ഈ ഒരു നോമ്പ് കാലത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ മേഖലകളെ തിരിച്ചറിയാം. കർത്താവ് ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് ഞാൻ വരുന്നുണ്ടോ? എൻ്റെ ചെറിയ കുറവുകളും പോരായ്മകളും തിരുത്താൻ വേണ്ടത്ര ഉത്സാഹം ഞാനും നിങ്ങൾ കാണിക്കുന്നുണ്ടോ? കർത്താവിനെ എതിരേൽക്കാൻ പറ്റുന്ന രീതിയിൽ ഇത് മതി, ഇങ്ങനെയൊക്കെ മതി എന്ന് പറഞ്ഞാണോ നമ്മളൊക്കെ ജീവിക്കുന്നത്? വിശുദ്ധ അഗസ്തീനോസ് ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്: വലിയ തെറ്റുകൾ ചെയ്യാതിരിക്കാൻ നാം ശ്രദ്ധിക്കുന്നുണ്ടാകാം, പക്ഷേ ചെറിയ തെറ്റുകൾ ഇല്ലാതാക്കാൻ നീ അല്പമെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ? വലിയ കല്ലുകൾ നീ ഉപേക്ഷിച്ചു എന്നത് ശരി തന്നെയാണ്, എന്നാൽ മണൽത്തരി കൊണ്ട് മൂടിപ്പോകാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ. വിശുദ്ധനായ അഗസ്തീനോസ് നമ്മളെ പഠിപ്പിക്കുകയാണ്, നമ്മളോട് പറയുകയാണ്, ചെറിയത് ഒഴിവാക്കാൻ നിങ്ങൾ പരിശ്രമിക്കാതെ വലുതെല്ലാം ഒഴിവാക്കാൻ നോക്കുന്നുണ്ടാകാം, പക്ഷെ ചെറുത് ഇല്ലാതാക്കാൻ, ചെറിയ കുറവുകൾ, ചെറിയ പോരായ്മകൾ, ലഘുപാപങ്ങൾ നമ്മളിൽ നിന്ന് തുടച്ചു നീക്കാൻ ഞാനും നിങ്ങളും ഉത്സാഹിക്കുന്നുണ്ടോ? വിശുദ്ധ ദൊരത്തേവൂസ് എന്ന് പറയുന്ന വലിയ വിശുദ്ധൻ ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്: ലഘുപാപങ്ങളെ ഒഴിവാക്കാൻ ശ്രദ്ധിക്കാത്തയാൾ ആത്മീയ മയക്കത്തിലാണ്. ആ സ്ഥിതിയിൽ മാരകപാപത്തിന് അടിമപ്പെടാനുള്ള വലിയ അപകട സാധ്യതയുണ്ട്. ലഘുപാപങ്ങളെ ഒഴിവാക്കാൻ ശ്രമിക്കാത്തയാൾ ആത്മീയ മയക്കത്തിലാണ്, ഒരു ലുക്വാം, ഒരു മന്ദോഷണനായി ഇങ്ങനെ ഇരിക്കുകയാണ്. ആ സ്ഥിതിയിൽ ഒരു വലിയ മാരകപാപത്തിലേക്ക് അടിമപ്പെടാനുള്ള വലിയ സാധ്യതയുണ്ടെന്ന്. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ ആരാധന. വിശുദ്ധ അമ്മ ത്രേസ്യയ്ക്ക് ഒരു ദർശനം സ്വർഗത്തെക്കുറിച്ച്, തൻ്റെ ജീവിതത്തെക്കുറിച്ച് ദൈവം വെളിപ്പെടുത്തി കൊടുത്തത് ഇങ്ങനെയാണ്. വിശുദ്ധ അമ്മ ത്രേസ്യ ഇങ്ങനെ ഒരു ദർശനം കാണും, തനിക്കായിട്ടൊരു നരകത്തിൽ ഒരിടം ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നു. നരകം കാണിച്ചു കൊടുക്കുകയാണ് അമ്മ ത്രേസ്യയ്ക്ക് വേണ്ടി. ഇത്ര വിശുദ്ധ ജീവിച്ച അമ്മ ത്രേസ്യയ്ക്ക് ദൈവം ഒരു ദർശനം കൊടുക്കുകയാണ്, നിനക്ക് വേണ്ടി ഒരിടം നരകത്തിലുണ്ട്. അപ്പോൾ ഈ ഒരു ദർശനം എന്തായിരിക്കും? അപ്പോൾ അമ്മ ത്രേസ്യ നരകത്തിൽ പോകാൻ മാത്രം പാപിയായിരുന്നു എന്നുള്ള അല്ല ഇങ്ങനെ ഒരു ദർശനത്തിൻ്റെ
അർത്ഥം. പക്ഷേ അതൊരു മുന്നറിയിപ്പായിരുന്നു. അതെങ്ങനെയാണ്? അവൾ ആത്മീയ മന്ദതയിൽ കഴിഞ്ഞ നാളുകളെക്കുറിച്ച് അവൾക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുത്ത ഒരു ദർശനം. ആത്മീയ മന്ദതയിൽ, പ്രത്യേകിച്ച് ഒരു ഉത്സാഹമൊന്നും കാണിക്കാതെ ഉള്ളതുകൊണ്ട് അങ്ങനെ തൃപ്തിപ്പെട്ടു പോയ നാളുകൾ. നമുക്കൊക്കെ ഈ ആത്മീയ മന്ദതയുണ്ട്, ഒരു ലുക്ക്വാം ടെൻഡൻസി നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ എവിടെയെങ്കിലും ഏതെങ്കിലുമൊക്കെ സമയത്തുണ്ട്. ഇത് മതി, കുഴപ്പമില്ല, ഇത്രയൊക്കെ മതി എന്ന് പറഞ്ഞ് നമ്മൾ ജീവിക്കുമ്പോൾ, ഈ ആത്മീയ മന്ദതയിൽ നമ്മളിങ്ങനെ വിരമിക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ ഈ ആത്മീയ മന്ദതയെ നമ്മളിങ്ങനെ താലോലിച്ച് കുഴപ്പമില്ലാതെ, പ്രത്യേകിച്ച് വലിയ ശ്രദ്ധയൊന്നും കൊടുക്കാതെ, അതിൽ നിന്ന് മറികടക്കാൻ നോക്കാതെ മുമ്പോട്ട് പോകുമ്പോൾ ഈ വലിയ അപകടം, നരകത്തിലേക്ക് നിബന്ധിക്കാൻ പാകത്തിനുള്ള വലിയൊരു അപകടം ഇതിൽ ഒളിഞ്ഞു കിടപ്പുണ്ട് എന്ന് വിശുദ്ധയ്ക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുക. അതുകൊണ്ടാണ് പറയണം, ആ മന്ദതയിൽ, ആ മാന്ദ്യത്തിൽ അവൾ തുടരുകയായിരുന്നുവെങ്കിൽ അതവളെ നാശത്തിൽ കൊണ്ടുചെന്നെത്തിക്കാൻ കഴിയും. അങ്ങനെ ദൈവവരപ്രസാദം മുഴുവനായും നഷ്ടപ്പെട്ട് അവൾ നരകത്തിൽ ശിക്ഷിക്കപ്പെടുകയും ചെയ്യുമായിരുന്നുവെന്ന്. ഹല്ലേലൂയ, അവർക്ക് പറ ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ ആരാധന. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആത്മീയ മാന്ദ്യത്തിലേക്ക് നയിക്കുന്ന ചെറിയ കാര്യങ്ങൾ, ആത്മീയ മാന്ദ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അതിനെ വളരെ കരുതലോടെ ശ്രദ്ധയോടെ നോക്കിക്കൊണ്ട് ഇതിൽ നിന്ന് പുറത്തു കിടക്കാൻ ഞാനും നിങ്ങളും ശ്രദ്ധിക്കുന്നില്ല എങ്കിൽ നമ്മുടെ ജീവിതം വലിയ അപകടത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. എൻ്റെ പ്രസാദവരം തീർത്തും നഷ്ടപ്പെട്ട അവസ്ഥ, ചെറിയ ചെറിയ പാപങ്ങൾ ചെയ്ത് പ്രസാദവരാവസ്ഥ, ആ ഹോളിനെസ് നഷ്ടപ്പെടുന്ന ഒരവസ്ഥ, അതിൽ നിന്ന് നമ്മളെ രക്ഷിക്കാനായിട്ട് ചിലപ്പോൾ ആർക്കും പറ്റാതെ വരും. മന്ദോഷനായിരിക്കുന്ന, തീക്ഷ്ണതയില്ലാതെ, ഒന്നിനു വേണ്ടിയുള്ള തീവ്രമായ ആഗ്രഹമില്ലാതെ ജീവിക്കുന്ന ഒരു വ്യക്തിയെ രക്ഷപ്പെടുത്തുക വളരെ ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് വിശുദ്ധ ബെർണാഡ് ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ ബെർണാഡ് അദ്ദേഹം പഠിപ്പിക്കുകയാണ്, മന്ദോഷനിൽ അകപ്പെട്ട ഒരു വ്യക്തിയെ എന്നതിനേക്കാൾ കഠിനഭാവിയായി ജീവിക്കുന്ന ഒരാളെ മാനസാന്തരപ്പെടുത്തുക വളരെ എളുപ്പമാണ്. മന്ദോഷണയിൽ അകപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയെ എന്നതിനേക്കാൾ കഠിന പാപത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയെ മാനസാന്തരപ്പെടുത്തുക എളുപ്പമാണ്. ഹല്ലേലൂയ. നമുക്കറിയാം, നമ്മളൊന്ന് ചുറ്റും നമ്മൾ നോക്കിക്കേ, ചിലപ്പോൾ മാനസാന്തരത്തിലേക്ക് വരുന്നത് കഠിന പാപികളാണ്. പള്ളി കയറാത്തൊരു കുദാശ തീരുക, പെട്ടെന്ന് അവർ ചിലപ്പോൾ ഒരു ധ്യാനമൊക്കെ കൂടിക്കഴിഞ്ഞാൽ പിന്നെ അവർ നന്നായി, ഓക്കെ. പക്ഷെ പള്ളിയിൽ പോകുന്നവർ, പ്രാർത്ഥിക്കുന്നവർ, കുർബാന സ്വീകരിക്കുന്നവർ, അവരുടെ ചില മാനസാന്തരം ഒന്ന് എത്തിക്കാൻ പെടാപ്പാട്. നമ്മൾ തന്നെ ജീവിതം ഒന്ന് നമ്മൾ നോക്കിക്കേ, ഇറ്റ്സ് നോട്ട് ഈസി. അതിൻ്റെ കാരണം എന്താ? ഈ ഒരു ഇതൊക്കെ മതി എന്ന് പറഞ്ഞ് എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഹല്ലേലൂയ. ചിലപ്പോൾ ചില മദ്യപാനികളോടൊക്കെ പറയുമ്പോൾ ഒന്ന് മദ്യപാനമൊക്കെ നിർത്താവോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ചിലപ്പോൾ എനിക്ക് കേട്ടിരിക്കുന്ന അച്ഛാ, ഞാൻ എപ്പോൾ വേണേലും ഞാൻ വിചാരിച്ചാൽ ഞാൻ അന്ന് നിർത്തും. എനിക്ക് വിചാരിച്ചാൽ നിർത്താവുന്ന കാര്യമുള്ളൂ. ഇതിപ്പോൾ എന്നെ അത്ര വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമില്ല. എനിക്ക് വിചാരിച്ച് ഇറ്റ്സ് ഓക്കെ, ഇതൊക്കെ എൻ്റെ കൺട്രോളിലുള്ള കാര്യങ്ങളാണ്. ഞാൻ വേണ്ടാന്ന് വെച്ചാൽ വേണ്ടാന്ന് വെക്കാവുന്ന കാര്യമുള്ളൂ. പക്ഷെ എന്താ പ്രശ്നം? വേണ്ടാന്ന് വെക്കില്ല, വിചാരിക്കാൻ പറ്റില്ല, അതിനപ്പുറത്തേക്ക് പോയിട്ടുണ്ടാവും. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരു ചിന്തകൻ പെരേര എന്ന് പറയുന്ന ഒരു അദ്ദേഹം ഇങ്ങനെ തന്നെ പറയുന്നത്, മന്ദോഷനിൽ കഴിയുന്ന ഒരു വിശ്വാസിയെ നേർവഴിയിലേക്ക് തിരിക്കുക എന്നതിനേക്കാൾ എളുപ്പമാണ് ഒരു അവിശ്വാസിയെ ക്രിസ്തു മതത്തിലേക്ക് ചേർക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് എന്താ വേണ്ടത്? ഒരു തീക്ഷ്ണത നഷ്ടപ്പെട്ടു പോയ ഒരു ലുക്വാം ടെൻഡൻസിയിലാണ് ഞാനും ഇങ്ങനെ നിങ്ങളുമെങ്കിൽ, ഇതിൽ നമ്മളിങ്ങനെ അഭിരമിച്ചുകൊണ്ട് ജീവിക്കുകയാണ്. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട്, ഉള്ളതുകൊണ്ട് ഓക്കെയാണ്, കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ദൈവത്തെ സ്വീകരിക്കാൻ സ്വർഗത്തിൽ പോകാൻ പറ്റുമെന്ന് വിചാരിച്ച് നമ്മളിങ്ങനെ മൂഢസ്വർഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ, മറ്റുള്ളവരെയൊക്കെ നന്നാക്കാൻ വേണ്ടി നമ്മൾ നോക്കും. ഞാൻ നന്നായാണ് ഇരിക്കുന്നത്, എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, ഞാൻ വലിയ മാരക പാപത്തിലൊന്നുമല്ല, ദൈവം എന്നെ രക്ഷിക്കും, ദൈവം എന്നെ സ്വർഗത്തിൽ തന്നെ കൊണ്ടുപോയിക്കോളും എന്നുള്ള ഈ ഫരിസേയ മനോഭാവം അദ്ദേഹം എന്താ ചെയ്തത്? ആ ചുങ്കക്കാരനെ നോക്കി പറഞ്ഞു, അദ്ദേഹത്തെ പോലെ അല്ല ഞാൻ ഉപവസിക്കുന്നുണ്ട്, ഞാൻ പ്രാർത്ഥനകൾ ചൊല്ലുന്നുണ്ട്, ദേവാലയത്തിൽ പോകുന്നുണ്ട്, ഞാൻ ദാനധർമ്മം കൊടുക്കുന്നുണ്ട്, ഞാൻ എല്ലാം ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ്
ഈ ഫരിസേയ മനോഭാവത്തോടെ ഓക്കെ എനിക്ക് കുഴപ്പമില്ല എന്ന് വിചാരിച്ച് ഞാനും നിങ്ങളുമൊക്കെ മുമ്പോട്ട് പോകുമ്പോൾ എൻ്റെ സഹോദരങ്ങളെ, നമുക്ക് സംഭവിക്കുന്നത് എന്താണ്? നമുക്ക് നഷ്ടമാകുന്നത് വലിയ സ്വർഗ സൗഭാഗ്യത്തിൻ്റെ വാതിലുകളാണ്. അതുകൊണ്ട് കുറച്ചും കൂടെ തീക്ഷ്ണതയിൽ ജീവിക്കാൻ വേണ്ടി ഈ നോമ്പുകാലം നമ്മളെ വിളിക്കുകയാണ്. കഴിഞ്ഞ കാലഘട്ടത്തിലെ പോരായ്മകൾ പരിഹരിച്ചുകൊണ്ട് കുറച്ചും കൂടെ തീക്ഷ്ണതയോടെ കുറവുകൾ കണ്ടെത്താൻ, എൻ്റെ ചെറിയ പോരായ്മകൾ, ബലഹീനതകൾ, എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ചെറിയ ചെറിയ വീഴ്ചകൾ അതെന്താണെന്ന് കണ്ടെത്തി തിരുത്തി അത് തീക്ഷ്ണതയോടെ കൂടുതൽ കൃപകൾ ആശ്രയിച്ച് ജീവിക്കാനുള്ള ഒരു തീക്ഷ്ണമായ ആഗ്രഹം ഇന്ന് നമ്മൾ സ്വീകരിച്ചേ പറ്റൂ. ഒരു വലിയൊരു ആത്മീയ അഭിഷേകം നമുക്ക് ആവശ്യമാണ്. എനിക്ക് നിങ്ങൾക്കൊരു ആത്മീയ മന്ദതയിൽ നിന്ന് ആത്മീയമായ ഒരു ജ്വലനം, പരിശുദ്ധാത്മാവിനാൽ ജ്വലിക്കപ്പെട്ട ഒരു തീക്ഷ്ണതയുള്ള ഒരു ജീവിതാവസ്ഥ എനിക്കും നിങ്ങൾക്കും ആവശ്യമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളുമൊക്കെ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തീക്ഷ്ണത കുറഞ്ഞാണ് ജീവിക്കുന്നതെങ്കിൽ ദൈവീക കാര്യങ്ങളെക്കുറിച്ച്, നമ്മുടെ ആത്മാവിനെക്കുറിച്ച്, മറ്റുള്ളവരുടെ ആത്മാവിനെക്കുറിച്ച് തീക്ഷ്ണതയില്ലാതെ ഇങ്ങനെയൊക്കെ പോയാൽ മതി, കുഴപ്പമില്ല എന്നുള്ള ചിന്തയിലാണ് ഞാനും നിങ്ങളും അഭിരമിക്കുന്നെങ്കിൽ വലിയ ആത്മീയ നഷ്ടം നമ്മൾ നനച്ചിരിക്കാതെ പ്രതീക്ഷിക്കാതെ നമുക്ക് കടന്നു വരുമെന്നുള്ളതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. വിശുദ്ധ പൗലോസ് ശ്ലീഹ തീത്തോസിനോട് പറയുന്നത് ഇങ്ങനെയാണ്. തീത്തോസിന് എഴുതിയ ലേഖനത്തിൽ 2-ാം അധ്യായം 14-ാം തിരുവചനം. അവിടെ എങ്ങനെയാണ്? യേശു ക്രിസ്തു എല്ലാ തിന്മകളിൽ നിന്ന് നമ്മെ മോചിപ്പിക്കുന്നതിനും സൽപ്രവർത്തികൾ ചെയ്യുന്നതിനും തീക്ഷ്ണതയുള്ള ഒരു ജനതയെ തനിക്ക് വേണ്ടി ശുദ്ധീകരിക്കുന്നതിനുമായി നമ്മെ പ്രതി തന്നെ തന്നെ ബലിയർപ്പിച്ചു. അപ്പൊ ഈശോ പീഡാസഹിച്ചത്, പീഡനം ഏറ്റെടുത്തത്, കുരിശ് മരിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? നോക്കിക്കേ, എല്ലാ തിന്മകളും നമ്മെ മോചിപ്പിക്കുന്നതിന്, സൽപ്രവർത്തികൾ ചെയ്യുന്നതിൽ തീക്ഷ്ണതയുള്ള ഒരു ജനതയെ തനിക്ക് വേണ്ടി ശുദ്ധീകരിക്കുന്നതിന് വേണ്ടി നമ്മെ പ്രതി തന്നെ തന്നെ ബലിയർപ്പിച്ചു. അപ്പൊ കർത്താവ് ഈശോ മിശിഹ കുരിശിലേറിയതും പീഡ സഹിച്ചതും ഈ സഹന ഉദ്ധാനങ്ങളിലെല്ലാം കടന്നുപോയത് എന്തിനു വേണ്ടിയാ? ഒരു തീക്ഷ്ണതയുള്ള ഒരു ജനതയായി ഞാനും നിങ്ങളും മാറണം എന്നുള്ളതാണ്. നമുക്കിന്ന് ഉള്ള ഏറ്റവും വലിയ തിന്മ എന്നുള്ളത്, എൻ്റെ ജീവിതത്തിലും നമ്മുടെ ഓരോരുത്തരും ജീവിതത്തിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ തിന്മ ഈ ഒരു ഇൻഡിഫറൻസോ അല്ലെങ്കിൽ ഇതുപോലെ മന്ദോഷതയോ ഈ ലുക്ക് വാം ടെൻഡൻസിയിൽ നമ്മളിങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതാണ്. വലിയ തീക്ഷ്ണത നഷ്ടപ്പെട്ട, ഒന്നിനോടും പ്രത്യേകിച്ച് വലിയ ആഭിമുഖ്യം, പ്രത്യേകിച്ച് നമ്മുടെ ആത്മാവിനെ സംബന്ധിച്ചൊരു ആഭിമുഖ്യമില്ലാത്ത, ആത്മാവിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് വലിയ തീക്ഷ്ണതയില്ലാത്ത നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. നമ്മൾ ഈ നോമ്പൊക്കെ ഇവിടെ ഈ 50 ദിവസം നമ്മൾ ആചരിക്കുമ്പോൾ ചിലപ്പോൾ നോമ്പ് എടുക്കാനൊക്കെ പറയുമ്പോൾ നമ്മൾ പറയുന്ന എക്സ്ക്യൂസുകൾ എന്താണ്? അയ്യോ, ഇവിടെ UK-ൽ ഇറച്ചി മീനും ഇല്ലാതെ എങ്ങനെ ജീവിക്കും? പച്ചക്കറി കിട്ടാനില്ല. ഞാൻ എല്ലാ സൂപ്പർ മാർക്കറ്റിലും എല്ലായിടത്തും പോകുന്നുണ്ട്, പച്ചക്കറി ഇഷ്ടം പോലെ ഉണ്ട്. അവിടെ പച്ചക്കറി കഴിച്ച് എങ്ങനെ ജീവിക്കുക വെച്ചാ? നോമ്പില്ലാത്ത സമയത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ പച്ചക്കറിയുടെ ബഹളായിരിക്കും. നമുക്ക് എക്സ്ക്യൂസുകളാണ്. മീറ്റില്ലാതെ ഈ തണുപ്പത്ത് എങ്ങനെ വെച്ചാൽ പിടിച്ചു നിൽക്കണേ അല്ലേ? അല്ലെങ്കിൽ ഇത്തിരി എങ്കിലും ഒന്ന് ഹോട്ടാകാതെ എങ്ങനെയാച്ചാ? ഇതൊക്കെ ഇല്ലാതെ എങ്ങനെയാ? നമ്മുടെ എക്സ്ക്യൂസുകൾ നോക്കിക്കേ. നമ്മുടെ ആത്മാവിനെ കുറിച്ച് തീക്ഷ്ണ. പക്ഷേ നമുക്ക് വേണ്ടി നമ്മുടെ ഡോക്ടർ പറയാണ്, ഇനി മുതൽ നിന്റെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി നോൺ വെജ് ഒഴിവാക്കിയേ പറ്റൂ, ഇല്ലെങ്കിൽ പെട്ടെന്ന് ഇവിടുന്ന് പാക്കപ്പ് ചെയ്യേണ്ടി വരും എന്നൊരവസ്ഥ നമ്മുടെ ഡോക്ടർ നമ്മളോട് പറയുകയാണെങ്കിൽ നമുക്ക് പച്ചക്കറി ഇഷ്ടം പോലെ കിട്ടും, നോമ്പെടുക്കാനും സമയമുണ്ട്, സൗകര്യമുണ്ട്, എന്തെല്ലാം ചെയ്യും നമ്മൾ. ഹല്ലേലൂയ, യേശുവേ നന്ദി. പ്രിയപ്പെട്ട ആത്മാവിനെ കുറിച്ച് തീക്ഷ്ണത, നമ്മൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നഷ്ടപ്പെട്ടു പോയ ആ ദൈവീക വരപ്രസാദം അതൊന്ന് നമുക്ക് വീണ്ടെടുക്കുക എന്നുള്ളത്. ഏലിയ എന്ന് പറയുന്ന വലിയ പ്രവാചകനെ കുറിച്ച് തിരുവചനം എഴുതി വെച്ചിരിക്കുന്ന രാജാക്കന്മാരുടെ പുസ്തകത്തിൽ വലിയ പീഡനങ്ങളുടെ നടുവിലൂടെ അദ്ദേഹം ഓടി ഹോറേബ് മലയിലെത്തി. അവിടെ ആ ഗുഹയിലിരിക്കുമ്പോൾ ദൈവീയ ദർശനം കിട്ടുകയാണ്. ഏലിയ, ഏലിയ, നീ എന്തെടുക്കുക?
വലിയ വേദനയുടെ, വലിയ തിരസ്കരണത്തിൻ്റെ, വലിയ അപമാനത്തിൻ്റെ ആ നടുവിൽ നിന്ന് ഓടി ഒളിച്ചത് ആ ഒരു ഗുഹയിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ദൈവം ചോദ്യം, നീ എന്തെടുക്കുക ഏലിയ അവിടെ? ഏലിയയുടെ ഉത്തരം എന്താണ്? രാജാക്കന്മാരുടെ 1-ാമത്തെ പുസ്തകം 19-ാം അധ്യായം 10-ാം തിരുവചനം ഇങ്ങനെയാണ്. അവിടെ പറയാണ്, ഏലിയ പറഞ്ഞു, സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെ പ്രതിയുള്ള തീക്ഷ്ണതയാൽ ഞാൻ ജ്വലിക്കുകയാണ്. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെ പ്രതിയുള്ള തീക്ഷ്ണതയാൽ ഞാൻ ജ്വലിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. പ്രിയപ്പെട്ടവരെ, എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ ഈ ജ്വലനത്തിന് വേണ്ടി ഒന്ന് ആഗ്രഹിക്കാം. നഷ്ടപ്പെട്ടു പോയ ദൈവീക വരപ്രസാദം ഒന്നും കൂടെ വീണ്ടെടുക്കാൻ. സെഹിയോൻ മാളികയിൽ പ്രാർത്ഥിച്ച് നിരതരായിരിക്കുന്നതിന് മുമ്പ് സ്ലീഹന്മാരുടെ ഒരവസ്ഥ മന്തോഷമായ ഒരവസ്ഥയായിരുന്നു. എല്ലാം നഷ്ടപ്പെട്ടു എന്നുള്ള ചിന്തയായിരുന്നു. നിരാശ കൊണ്ട് അവർ മുറിയിൽ കതകടച്ചിരിക്കുന്ന ഒരവസ്ഥ. പരിശുദ്ധാത്മാവിൻ്റെ വരവോടുകൂടെ ദൈവാത്മാവിൻ്റെ വലിയ കൃപ അവരുടെ ജീവിതത്തിൽ ജ്വലിച്ചു കഴിഞ്ഞപ്പോൾ ആയിരങ്ങളും പതിനായിരങ്ങളോടും തങ്ങളുടെ ജീവിതം മുഴുവനും മാറ്റിവെച്ചുകൊണ്ട് പേടിയില്ലാതെ, ഭയത്തിൻ്റെ ഒരു കണിക പോലും ഇല്ലാതെ കർത്താവിന് വേണ്ടിയുള്ള തീക്ഷ്ണതയാൽ ജ്വലിക്കാൻ അവർ ഓരോരുത്തരെ സന്നദ്ധമാക്കി. എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ നമ്മുടെ ആത്മാവിനെക്കുറിച്ച്, മറ്റുള്ളവരുടെ ആത്മാവിനെക്കുറിച്ച്, ആത്മാക്കളുടെ രക്ഷയെ പ്രതിയുള്ള ഒരു തീക്ഷ്ണത ഞങ്ങൾക്ക് നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഫ്രാൻസിസ് മാർപ്പാപ്പ 2016 നൽകിയ ഒരു ഹോമിലിയിൽ അദ്ദേഹം ഇങ്ങനെയാണ് പറയുന്നത്: ഒരു മന്ദോഷ്ണമായ ഹൃദയം അലസമായ ജീവിതത്തിൽ സ്വയം ലയിച്ചു ചേരുന്നു. അത് സ്നേഹത്തിൻ്റെ അഗ്നിയെ കെടുത്തിക്കളയുന്നു. മന്ദോഷ്ണമായ വ്യക്തി സ്വന്തം സൗകര്യം തൃപ്തിപ്പെടുത്താൻ ജീവിക്കുന്നു. അത് ഒരിക്കലും മതിയാകില്ല. അങ്ങനെ ഒരിക്കലും അദ്ദേഹം സംതൃപ്തനാകില്ല. ക്രമേണ അത്തരമൊരു ക്രിസ്ത്യാനി ഒരു ശരാശരി ജീവിതത്തിൽ സംതൃപ്തനാകുന്നു. മന്ദോഷ്ണമായ വ്യക്തി ദൈവത്തിനും മറ്റുള്ളവർക്കും അവരുടെ സമയത്തിൻ്റെയും സ്വന്തം ഹൃദയത്തിൻ്റെയും 1% നീക്കിവെക്കുന്നു. ഒരിക്കലും അധികം ചെലവഴിക്കുന്നില്ല. പകരം എപ്പോഴും സാമ്പത്തികമായി ലാഭിക്കാൻ നോക്കുന്നു. അങ്ങനെ അയാൾക്ക് ജീവിതത്തോടുള്ള അഭിനിവേശം നഷ്ടപ്പെടാം. ഒരു കപ്പ് ശരിക്കും നല്ല ചായ തണുക്കുമ്പോൾ രുചി അസഹനീയമാകുന്നത് പോലെ അവരുടെ ജീവിതം മാറുക. പ്രിയപ്പെട്ടവരെ, നമുക്കിന്ന് ഈ വിശുദ്ധ ബലിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഒരു തീക്ഷ്ണത ഞങ്ങൾക്ക്, പ്രത്യേകിച്ച് ഞങ്ങളുടെ ആത്മാവിനെ കുറിച്ച്. ഞങ്ങൾ ഇതൊക്കെ മതി, ഇത്രയൊക്കെ മതി എന്ന് ചിന്തിച്ചാണ് ഞാൻ ജീവിക്കുന്നതെങ്കിൽ, കർത്താവേ, ഇതിനേക്കാൾ അപ്പുറത്ത് ഒരു ആത്മാവിൻ്റെ ഒരു ഉണർവ് എനിക്ക് നൽകണമേ. എഫെസൂസർക്ക് എഴുതിയ ലേഖനത്തിൽ 5-ാം അധ്യായം 14-ാം തിരുവചനത്തിൽ പൗലോസ് ശ്ലീഹ ഞങ്ങളെ പഠിപ്പിക്കുന്ന പോലെ, ഉറങ്ങുന്നവനെ ഉണരുക, ഉറങ്ങുന്നവരെ ഉണരുക, മരിച്ചവരിൽ നിന്ന് എഴുന്നേൽക്കുക, ക്രിസ്തു നിൻ്റെ മേൽ പ്രകാശിക്കും. കർത്താവിൻ്റെ ഒരു വലിയ പ്രകാശം നമുക്കുണ്ടാകാൻ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ സുഖഭോഗങ്ങളുടെ ആ വലിയ ഇടത്തിൽ നിന്ന് നമുക്കൊന്ന് ഇറങ്ങാം. ഈ ലോകത്തിൻ്റെ സുഖസൗകര്യങ്ങളിൽ അഭിരമിച്ചുകൊണ്ട് മാത്രം ഇതൊക്കെ മതി, ഇങ്ങനെയൊക്കെ മതി എന്ന് പറഞ്ഞ് നമ്മൾ ജീവിക്കാതെ, നന്നായി നമുക്ക് കിട്ടുന്ന ഈ സമയത്തെ നന്നായി നമുക്കൊന്ന് പ്രയോജനപ്പെടുത്താം. എഫെസൂസർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 5-ാം അധ്യായം 16-ാം തിരുവചനത്തിൽ പൗലോസ് ശ്ലീഹ നമ്മളെ പഠിപ്പിക്കുകയാണ്: ഇപ്പോൾ തിന്മയുടെ ദിനങ്ങളാണ്, നിങ്ങളുടെ സമയം പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുവിൻ. ഇപ്പോൾ തിന്മയുടെ സമയങ്ങളാണ്, പൂർണ്ണമായും നിങ്ങളുടെ സമയം പ്രയോജനപ്പെടുത്തുക. നമ്മൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ, നമ്മൾ കുറച്ചും കൂടെ എക്സ്ട്രാ നമ്മൾ കരുതിയില്ല എങ്കിൽ, നമ്മൾ കുറച്ചും കൂടെ കൂടുതൽ തീക്ഷ്ണത കാണിച്ചില്ല എങ്കിൽ, നമ്മുടെ ജീവിതം എന്നേക്കുമായി സ്വർഗവാതിലിൻ്റെ മുമ്പിൽ കൊട്ടിയടയ്ക്കപ്പെട്ട് വേദനയോടെ നമ്മൾ പിൻവാങ്ങേണ്ടി വരുന്ന ഒരവസ്ഥ എനിക്ക് നിങ്ങൾക്ക് സംജാതമാകാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അനുതാപത്തോടെ കുറച്ചും കൂടെ നമുക്ക് ആഗ്രഹിക്കാം. ഇനി അടുത്ത ഒരു വർഷം, അടുത്ത നോമ്പ് കാലം നമ്മൾക്കിവിടെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച് മിഥ്യാധാരണയിൽ ഇന്നിങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ചാൽ അത് ചിലപ്പം സംഭവിക്കുകയോ ഇല്ലെന്ന് നമുക്കറിയില്ല. അതുകൊണ്ടാണ് ഇതാണ് സമയം. കർത്താവ് പറഞ്ഞില്ല, മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. രണ്ടാം വരവിനെ കുറിച്ച് മാത്രമല്ല, നമ്മുടെ ഓരോരുത്തരെയും സമയം ഏറ്റവും അടുത്തെത്തി. നാം മരിക്കുമ്പോൾ ദൈവത്തെ ദർശിക്കും, നമ്മുടെ വിധി കേൾക്കപ്പെടും.
ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ അടുത്ത നിമിഷം ഉറപ്പാണ്. എന്നാണ് നമുക്കറിയില്ല. നമ്മുടെ സമയം അടുത്താണ് ഇരിക്കുന്നത്. നമ്മൾ ഓരോ ബർത്ത്ഡേ ഒക്കെ നമ്മൾ ആഘോഷിക്കുമ്പോൾ ഓർക്കേണ്ടത് നമ്മുടെ ഈ ലോകത്തിൻ്റെ ജീവിതം കുറച്ചും കൂടെ കഴിയാറായി, തീരാറായി, കുറച്ചും കൂടെ അടുത്തു. ആ എൻഡ് പോയിൻ്റ് അതിനോട് കുറച്ചും കൂടെ നമ്മൾ അടുത്തു. അതെന്നാ നമുക്കറിയില്ല. നമ്മുടെ ലൈൻ എവിടെ വരച്ചിരിക്കുന്നതെന്ന് അറിയില്ല. അതുകൊണ്ട് ദൈവം തന്ന ഈ സമയത്തെ നമുക്ക് നന്നായി പ്രയോജനപ്പെടുത്താം. ജെറമ്യാ പ്രവാചകൻ 42-ാം അധ്യായം 10-ാം തിരുവചനത്തിൽ നമ്മളെ ശാസിക്കുന്നത് പോലെ ആകാതിരിക്കട്ടെ. കർത്താവിൻ്റെ വേലയിൽ അലസനായവൻ ശബ്ദൻ. ദൈവം നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ പ്രിയപ്പെട്ടവരെ നമുക്ക് നന്നായി ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. വെളിപ്പാടിൻ്റെ പുസ്തകത്തിൽ 3-ാം അധ്യായം 1-2 തിരുവചനങ്ങളിൽ ഉണരുക, നിന്നിൽ ആസന്ന മരണമായി അവശേഷിപ്പിക്കുന്നതിനെ ഉത്തേജിപ്പിക്കുക. എന്നാൽ എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ നിൻ്റെ പ്രവൃത്തികൾ പൂർണ്ണമായും നിർവഹിക്കപ്പെട്ടതായി ഞാൻ കാണുന്നില്ല. ദൈവം നമ്മളെ ഉരച്ചു നോക്കുമ്പോൾ പൂർണ്ണമായും നമ്മൾ നിർവഹിക്കപ്പെട്ടതായി നമ്മൾ കാണപ്പെടാതിരിക്കുമ്പോൾ നമുക്ക് അവശേഷിക്കുന്നതിന് ഇനി കുറച്ചു സമയം കൂടെ നമുക്കുള്ളൂ. അവസാന മണിക്കൂറാണ്, ലാസ്റ്റ് ലാപ്പ്. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം കർത്താവിന് മുമ്പിൽ, ഈശോയുടെ സന്നിധിയിൽ നമ്മളെ തന്നെ എളിമപ്പെടുത്താൻ. കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ കാലഘട്ടം, ഈ ഒരു നോമ്പ് കാലഘട്ടം, അനുതാപത്തിൻ്റെ അടയാളമായി ചാക്കുടുത്ത് ചാരം പൂശി പഴയ നിയമ ജനത മുഴുവൻ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കണ്ണുനീരോടും കൂടെ കർത്താവേ ഞങ്ങളുടെ പാപങ്ങളുടെ മേൽ ഞങ്ങളോട് കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിച്ച ദാവീദ് രാജാവിനെ പോലെ, പഴയ നിയമത്തിലെ ഓരോരുത്തരെയും പോലെ കർത്താവേ ഞങ്ങളിതാ അനുതപിച്ചു അനുതാപത്തിൻ്റെ ജീവിതശൈലിയിലേക്ക് ഒരിക്കൽ കൂടി ഞങ്ങളെ ചേർത്ത് നിർത്തുകയാണ്. ഈ അനുതാപ കാലഘട്ടം ഇനി എനിക്ക് കിട്ടുമോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടാ. ഏറ്റവും നന്നായി ഉപകാരപ്പെടുത്താൻ ഇനിയൊരു ജീവിതം എനിക്കുണ്ടോ എന്നറിയില്ല. സീറോ മലബാർ സഭയുടെ നമ്മുടെ ഈ വിശുദ്ധ കുർബാനയുടെ അവസാനം വൈദികൻ തന്നെ പ്രാർത്ഥിക്കുന്നുണ്ട്, ഇനിയൊരു ബലിയർപ്പിക്കുവാൻ ഞാൻ വരുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇനി ഈ ബലിപീഠം ചുംബിക്കാൻ വേണ്ടി ഞാൻ ഇനി വരുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആഗ്രഹത്തോടെ കരങ്ങളൊന്ന് സ്വർഗത്തിലേക്ക് ഉയർത്തി ആഗ്രഹത്തോടെ നമുക്ക് വലിയൊരു തീക്ഷ്ണതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു അഭിഷേകം, പരിശുദ്ധാത്മാവിന് വലിയൊരു കൃപ, ജ്വലനം നൽകണമേ കർത്താവേ. ഞങ്ങളുടെ ആത്മാവിനെ പ്രതി വിലപിക്കുവാൻ, ആത്മാവിനെ പ്രതി ഒരു തീക്ഷ്ണത ഞങ്ങൾക്ക് നൽകണമേ. ആഗ്രഹിച്ചോളൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച് വലിയ ശക്തിയോടെ ഹൃദയ ഭാരം നിറഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ അത് കർത്താവിൻ്റെ വലിയ അഭിഷേകം നിറയപ്പെടാൻ, വലിയ തീക്ഷ്ണതയിൽ ജ്വലിക്കപ്പെടാൻ, നമ്മുടെ ആത്മാവിനെ പ്രതി നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ആത്മാക്കളെ പ്രതി ഒരു തീക്ഷ്ണതയോടെ ജീവിക്കാൻ, എനിക്ക് ആത്മാക്കളെ തരിക ബാക്കിയെല്ലാം എടുത്തുകൊള്ളുക എന്ന് പറഞ്ഞ ഫ്രാൻസിസ് സേവ്യറിനെ പോലെ അവിശുദ്ധരുടെ ആ വലിയ തീക്ഷ്ണത ഞങ്ങൾക്ക് നൽകണമെന്ന് ആഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കാം. ഈ സുവിശേഷ വേലയ്ക്ക് വേണ്ടി നമ്മളെ നിയോഗിച്ച ദൈവത്തിൻ്റെ ആ വലിയ ഹിതം നിറവേറ്റപ്പെട്ട് ആത്മാവിൽ പൂരിതരായി, ആത്മാവിൽ ജ്വലിക്കുന്നവരായി, അഭിഷേകത്തോടെ ദൂതന്മാരെ കാറ്റും തീനാവൂളമാക്കി മാറ്റുന്ന ദൈവത്തിന്റെ ആ വചനത്തിന്റെ ഒരു അഭിഷേകം കർത്താവേ ഞങ്ങൾക്ക് നൽകണമെന്ന് ആഗ്രഹിച്ച് സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. കർത്താവേ വലിയൊരു അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ, ജ്വലനം അങ്ങേക്ക് നൽകണമേ കർത്താവേ. കർത്താവേ മന്ദോഷ അവസ്ഥയിൽ നിന്ന് തീക്ഷ്ണതയുള്ള ഒരു അവസ്ഥ ഞങ്ങൾക്ക് നൽകണമേ കർത്താവേ. കർത്താവേ അങ്ങയുടെ വലിയ കാരുണ്യം ഞങ്ങൾക്ക് നൽകണമേ, അങ്ങയുടെ കൃപ ഞങ്ങൾക്ക് ചൊരിയണമേ കർത്താവേ. ഉറകെട്ടു പോയ ഉപ്പ് പോലെ ഉള്ള ഒരു അവസ്ഥയിൽ നിന്ന് കർത്താവേ ഉറകൂട്ടണമേ കർത്താവേ. അങ്ങയുടെ സ്നേഹാഗ്നിയെ ജ്വലിപ്പിക്കണമേ. തണുത്തുറഞ്ഞിരിക്കുന്ന ആത്മാവിന്റെ അവസ്ഥകളിൽ കർത്താവേ അങ്ങയുടെ ശക്തി, അങ്ങയുടെ അത്ഭുത ശക്തി, പരിശുദ്ധാത്മാവിന്റെ കൃപ ഇപ്പോൾ ജ്വലിക്കപ്പെടട്ടെ. തീക്ഷ്ണതയുള്ള ജീവിത ശൈലി അനുവർത്തിക്കുവാൻ, പാപത്തിന്റെ ബന്ധനങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ, രോഗത്തിന്റെ അവസ്ഥകളിൽ നിന്ന് വിടുതൽ പ്രാപിക്കാൻ, സൗഖ്യം പ്രാപിക്കുവാൻ ആത്മാവിൽ ജ്വലിക്കുന്നവരായി തീക്ഷ്ണതയുള്ള വ്യക്തികളായി തീരുന്ന വലിയൊരു അഭിഷേകം, ശക്തമായ കൃപ, സ്വർഗത്തിന്റെ അഗ്നി ഇപ്പോൾ വ്യാപരിക്കട്ടെ. ലോകതന്ത്രങ്ങളിൽ വ്യാപരിക്കുന്ന സുഖഭോഗങ്ങളെ അഭിലപിക്കുന്ന എല്ലാവിധ പൈശാചിക ബന്ധനങ്ങളിൽ നിന്ന്, തിന്മയുടെ അധിപത്യത്തിൽ നിന്ന്, അന്ധകാര അധിപത്യത്തിൽ നിന്ന് യേശുവിന്റെ അത്ഭുത ശക്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ. രോഗപീഠകൾ വിട്ടുമാറട്ടെ, സൗഖ്യാത്മം ലഭിക്കട്ടെ. സന്തോഷമായ അവസ്ഥകൾ വിട്ടുമാറി പോട്ടെ. തീക്ഷ്ണതയിൽ ജ്വലിക്കുന്നവരായി കർത്താവിനെ ജ്വലിക്കുവാൻ യേശുവിന്റെ അത്ഭുത ശക്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, ആരാധന, ആരാധന. ഓ പരിശുദ്ധാത്മാവേ, ശക്തിയുടെ അഭിഷേകമേ, ഈ ബലിയുടെ പുണ്യയോഗ്യതകളിലൂടെ ഞങ്ങളിലേക്ക് ഇറങ്ങി വരണം.
ആത്മാവെ അപ്പത്തിലേക്കും വീഞ്ഞിലേക്കും കടന്നു വന്ന് ഈശോയുടെ തിരുശരീര രക്തങ്ങളാക്കി മാറ്റുന്ന അത്ഭുത അഭിഷേകത്തിൽ പരിശുദ്ധാത്മാവെ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ, പുതിയ മനുഷ്യരാക്കണമേ, പുതിയ പന്തക്കൂസ നൽകണമേ, പുതിയ ചൈതന്യം നൽകണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന. നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും കൂടെ